നമ്മളിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് രാത്രിയിൽ ജമ്മുവിലേക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ്സിൽ പോകാൻ വേണ്ടിയാണ്. ഭയങ്കര തിരക്കായിരുന്നു. അവിടുന്ന് എൻട്രി ഒക്കെ കിട്ടി അകത്ത് വന്നപ്പോഴത്തേക്ക് ഒരു നേരമായി. പ്ലാറ്റ്ഫോം നമ്പർ 12ലേക്ക് പോവാണ്. 12ലാണ് രാജധാനി വരുന്നത്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് AC യിലാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 12ലേക്ക് നമ്മൾ പോകുന്നു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തിരക്കിലാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കോച്ച് ബാക്കിലാണ്. അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് പോകുന്ന രാജധാനിയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഓടുന്ന രാജധാനിയിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അതായത് ഒറ്റ രാത്രി മാത്രം ഓടുന്ന രാജധാനിയാണിത്, ജമ്മു വരെ. അപ്പോൾ ലോങ്ങസ്റ്റ് രാജധാനി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയും, ഇത് ഷോർട്ടസ്റ്റ് രാജധാനിയാണ്. രാജധാനിയുടെ റേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8:30 വന്നപ്പോൾ 8:40 പോകുന്നത്. രാജധാനി റേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകുന്നത് ബോർഡ് കാണാം. രാജധാനി എക്സ്പ്രസ് ന്യൂഡൽഹി ടു ജമ്മു താവി. നമ്മൾ ബാക്കിലേക്ക് നടക്കുകയാണ് നമ്മുടെ H1 കോച്ച് നോക്കിയിട്ട്. അങ്ങനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രാജധാനിയുടെ യാത്രയിലേക്ക് പോവുകയാണ്. തേർഡ് AC-യും സെക്കൻഡ് AC-യും ഉണ്ട് ഇഷ്ടംപോലെ. ഫസ്റ്റ് AC ഒറ്റ കോച്ചാണുള്ളത് ഇതിനകത്ത്. തേർഡ് AC-യും സെക്കൻഡ് AC ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഫസ്റ്റ് AC-യുടെ അടുത്ത് എത്തി. 8:35 8:40 വണ്ടിയുടെ സമയം. 8:35 ആയിട്ടുണ്ട്. നോക്കാം എന്തായാലും. ഫസ്റ്റ് AC-യിലേക്ക് എത്താൻ പോവാണ്. ഇതാണ് ഫസ്റ്റ് AC-യുടെ കോച്ച്. ABCDEFGH. നമ്മുടെ ട്രിവാൻഡ്രം രാജധാനിക്ക് 2 ഫസ്റ്റ് AC ഉണ്ടായിരുന്നു. ഇതിനാപ്പാടെ ഒരെണ്ണേ ഉള്ളൂ. നമ്മളുടെ കൂപ്പയാണ്. എവിടെയാന്ന് നോക്കട്ടെ. എന്തായാലും അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. കൂപ്പയുടെ എൻട്രൻസ് ഇതാണ്. ഇവിടെ അറ്റൻഡർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളെ കോച്ച് C8 ആണ്. നോക്കാം. നമ്മളങ്ങനെ C8ലേക്ക് പോവാണ്. വണ്ടി എടുത്തോ. ഇല്ല, എൻജിൻ കണക്ട് ചെയ്യാമെന്ന് തോന്നുന്നു. C8 ആണ് കോച്ച്. ഇവിടെ സീറ്റ്. देखे यार सुबह से हिल भी नहीं रहा बिल्कुल भी. നേരെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന വണ്ടി ബീഹാറിൽ പോകുന്ന വണ്ടിയാണ്. എന്തൊരു ഇടിയാണെന്നറിയാം. എന്താ ചിരഞ്ജീവിയാ എന്താ പറഞ്ഞൊരു എക്സ്പ്രസ്. അതിനാണ് ഇടിയല്ല. ഒരു രക്ഷയില്ലാത്ത ഇടിയാണ് കാണുന്നത്. എന്തായാലും നമ്മളെ വണ്ടി ഇപ്പം എടുക്കും തോന്നുന്നു. ന്യൂഡൽഹി പോകുന്ന വണ്ടിയാണ് ബീഹാറിലെ. അതിലെ ഇടിയാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇടിയാണ്. ജയ്നഗർ ടു ന്യൂഡൽഹി ബീഹാറിലേക്കുള്ള വണ്ടിയാണ്. അങ്ങനെ നമ്മളെ വണ്ടി എടുത്തിരിക്കുകയാണ്. ജയ്നഗർ ടു ന്യൂഡൽഹി വണ്ടി. നമ്മളെ വണ്ടി എടുത്തു. ഒരു 15 മിനിറ്റ് വൈകിയൊക്കെ എടുത്തേക്കാണ്. വണ്ടി ജമ്മു താവിയിലേക്ക് പോവുകയാണ്. രാജധാനി എക്സ്പ്രസ്. കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ വാഷ്റൂമിൻ്റെ ഏരിയ. ഇവിടെ കുറച്ച് വൃത്തിയുണ്ട്. തിരുവനന്തപുരം രാജധാനി ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇതങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒന്ന് തീരെയാണ്. സോ ഇതാണ് എൻ്റെ ബാത്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബാത്റൂം. സോ നല്ല ബാത്റൂമാണ്. കുഴപ്പമില്ല. നല്ല വൃത്തിയുണ്ട് ബാത്റൂം. ഇത് നമ്മുടെ രാജധാനിയുടെ ഷവറാണ്. ഷവർ ഏരിയ നല്ല നമ്മൾ മറ്റേ രാജധാനി കണ്ട പോലെ ഒരു ഷവർ ഏരിയ ഉണ്ട് ഇതിനകത്ത്. സോ നമുക്കിവിടെ കുളിക്കാം. വെള്ളം വരുമോ അറിയില്ല. വെള്ളം വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഹാങ്ങിങ് പ്ലേസ്, ഡോറ് എല്ലാം ഉണ്ട്. രാജധാനിയുടെ ഫസ്റ്റ് AC-ലെല്ലാം തന്നെ ഷവർ ഏരിയ ഉണ്ട്. ഇതാണ് ഇന്നത്തെ കാഴ്ച. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കോച്ചാണ്, നല്ല കോച്ചാണ്.
ട്രിവാൻഡ്രം രാജധാനിയേക്കാളും നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കുള്ള ഡിന്നർ വന്നു. ആദ്യം എന്താ ആസ് യൂഷ്വൽ സൂപ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് സൂപ്പിൻ്റെ സ്റ്റിക്കും ഒരു ടൊമാറ്റോയുടെ സൂപ്പിൻ്റെ പാക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പൊക്കെ റെഡിയായി കഴിക്കുക. ഇതാണ് സൂപ്പ് റെഡിയാക്കിയപ്പോൾ ഇങ്ങനെ ഇരുന്നു. യൂഷ്വൽ രാജധാനിയിലുള്ള സൂപ്പാണിത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കുള്ള ഡിന്നർ വരും. ഡിന്നറും പതിവ് പോലെ സെയിം ഒരു കോംബോ ആണ്. രാജധാനിയിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കഴിച്ച അതേ കോംബോ തന്നെയാണ്. റൈസ്, ചപ്പാത്തി, ചിക്കൻ്റെ അല്ലെങ്കിൽ ഇതിൽ പനീറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോംബോ വന്നു. ഡിന്നർ കുഴപ്പമില്ല എന്ന് പറയാം. രാജ്മ ചാവലായിരുന്നു ഉണ്ടായിരുന്നത്, അത് കഴിച്ചു. എന്നിട്ട് പിന്നെ രാത്രി യാത്ര ആയതുകൊണ്ട് തന്നെ ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത ഡിന്നറിൻ്റെ ഫുഡൊക്കെ ആയിരുന്നു. രാവിലെ 5 മണിക്ക് നമ്മുടെ വണ്ടി ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാജധാനി എക്സ്പ്രസ് ജമ്മു താവിലെത്തി. 10 മിനിറ്റ് ലേറ്റായി എത്തിയത്. നല്ല യാത്രയായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു വണ്ടി. നല്ല രാജധാനി കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് രാവിലെ ഇവിടെ എത്തിച്ചേരാം. ഡൽഹിയിൽ നിന്ന് രാത്രി 8:40 രാവിലെ 5 മണിക്ക് നമ്മൾ ജമ്മു താവിയിലെത്തും. ഉണ്ട് ശ്രീനഗർ വന്ദേ ഭാരത് ഇവിടെ നിന്നാണ് പ്ലാറ്റ്ഫോമിൽ 6-7 അവിടെ എഴുതിയിട്ടുണ്ട്. ശ്രീനഗർ വന്ദേ ഭാരത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദേവി ടെമ്പിളിലൊക്കെ പോകുന്ന ആളുകളാണെന്ന് തോന്നുന്നു. കുറേ ആളുകൾ ഫ്ലാഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നോക്കാം. ഡോർമെട്രി ഒക്കെ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെളിയിലേക്ക് നടക്കുകയാണ്. ഇതാണ് സ്റ്റേഷൻ്റെ വെളിയിലേക്ക് പോകുന്ന റാമ്പ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലുകളാണ്. ഒരു ലഫ്രോയ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് അല്ല, ഡോമിനോസ് പിസ്സ അല്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് AC ജേണി ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ട്രിവാൻഡ്രത്ത് നിന്ന് രാജധാനി എക്സ്പ്രസ്സിൽ നമ്മളങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ.